ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിലേറെ സ്നേഹം നിറഞ്ഞവരെ, നമ്മൾ ഇന്ന് നിരീശ്വരവാദം സത്യമാണോ എന്ന് പരിശോധിക്കുകയാണ്. നമ്മൾ ഓരോരുത്തരും എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാകും, ദൈവം ശരിക്കുമുണ്ടോ? ദൈവത്തിൽ വിശ്വസിക്കാത്ത പല സുഹൃത്തുക്കളും നമ്മുടെ ചുറ്റുമുണ്ട്. അവരും പലപ്പോഴും ഈ ചോദ്യം നമ്മളോട് ചോദിക്കാറുമുണ്ട്. ദൈവത്തെ കാണാൻ പറ്റുന്ന തെളിവില്ലെങ്കിൽ പിന്നെ ദൈവമില്ല, സാന്റാക്ലോസിനെ പോലെ. അതായത് സാന്റാക്ലോസ് എന്നൊരാൾ ശരിക്കുമില്ല എന്നാരും തെളിയിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതുപോലെ ദൈവമില്ല എന്ന് തെളിയിക്കാൻ ഞങ്ങൾക്ക് ബാധ്യതയില്ല. തെളിവില്ലായ്മയാണ് ദൈവമില്ല എന്നതിൻ്റെ വലിയ തെളിവായി അവർ പറയുന്നത്. തെളിവില്ലെങ്കിൽ ശരിക്കും ദൈവമില്ലാതാകുന്നുണ്ടോ? ഈ വാദം സത്യമാണോ? ഒരു കാര്യം തെളിയിക്കുക എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ സയൻസിൻ്റെ പരിമിതികൾ മനസ്സിലാക്കേണ്ടതാണ്. സയൻസ് കാൺ എക്സ്പ്ലെയിൻ എവറിത്തിങ്. നാസ്തികർ തെളിവെന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് കൈകൊണ്ട് തൊടാനും കണ്ണുകൊണ്ട് കാണാനും പറ്റുന്ന, അതായത് പരീക്ഷിച്ച് തെളിയിക്കാൻ കഴിയുന്ന ഭൗതികമായ തെളിവുകൾ മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ശാസ്ത്രീയമായ തെളിവില്ലെങ്കിൽ ഒരു വസ്തു ഇല്ലാതാകുമോ? നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ 3 കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഈ കാര്യങ്ങൾ ഉണ്ടെന്ന് എല്ലാവരും സമ്മതിക്കും, നാസ്തികർ പോലും. ഒന്നാമത്തെ കാര്യം, എൻ്റെയും നിങ്ങളുടെയും മനസ്സ്. നിങ്ങൾ ഈ വീഡിയോ കാണുന്നു, നിങ്ങൾക്ക് ചിന്തകളുണ്ട്, വികാരങ്ങളുണ്ട്. നിങ്ങളുടെ തലച്ചോറ് ശരീരത്തിൻ്റെ ഒരു ഭാഗമാണ്, അത് നമുക്ക് കാണാൻ പറ്റും. എന്നാൽ അതിനുള്ളിലെ ചിന്തകൾ നമുക്ക് കാണാൻ പറ്റുമോ? അളക്കാൻ പറ്റുമോ? നിങ്ങളൊരു ചിന്തിക്കുന്ന വ്യക്തിയാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എനിക്ക് നിങ്ങളുടെ മനസ്സ് കാണാൻ കഴിയില്ല. രണ്ടാമത്തെ കാര്യം, ശരിയും തെറ്റും. വെറുതെ ഒരാളെ വേദനിപ്പിക്കുന്നത് തെറ്റാണ് എന്ന നിയമം സ്കൂളിലോ ലാബിലോ വെച്ച് തെളിയിക്കാൻ പറ്റുമോ? എന്തുകൊണ്ടാണ് ഒരു വ്യക്തിക്ക് വേദന ഉണ്ടാകുന്നതെന്ന് സയൻസ് പലപ്പോഴും പറഞ്ഞു തരും. പക്ഷേ എപ്പോഴാണ് വേദനിപ്പിക്കാൻ പാടില്ലാത്തത് എന്ന് സയൻസ് പറയില്ല. ശരി തെറ്റുകൾ ശാസ്ത്രത്തിന് അപ്പുറമുള്ള കാര്യങ്ങളാണ്. മൂന്നാമത്തേത്, സംഖ്യകളുടെ ലോകം. പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും എടുത്തു മാറ്റിയാലും 50 എന്ന സംഖ്യ ഇല്ലാതാകുമോ? ഇല്ല എന്നാണ് ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത്. 50 എന്ന സംഖ്യ നമ്മുടെ കൺമുൻപിൽ ഇല്ലെങ്കിലും, നമുക്കത് കാണാൻ പറ്റുന്നില്ലെങ്കിലും, ആ സംഖ്യ യുക്തിയുടെ ഒരു ലോകത്ത് നിലനിൽക്കുന്നു എന്ന് കണക്ക് പഠിച്ചവർ പറയും. ഇവയെ തെളിയിക്കാൻ സയൻസ് അല്ല, നമ്മുടെ ബുദ്ധിയാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ മനസ്സ്, ശരി തെറ്റുകൾ, സംഖ്യകൾ, ഇവയൊന്നും സയൻസ് കൊണ്ട് മാത്രം തെളിയിക്കാനാവില്ല. എന്നിട്ടും ഇവയെല്ലാം ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ദൈവത്തിന് തെളിവില്ല എന്നൊരു നാസ്തികൻ പറയുമ്പോൾ അദ്ദേഹം കണ്ണുകൊണ്ട് കാണാവുന്ന തെളിവില്ല എന്നു മാത്രമാണ് ഉദ്ദേശിക്കുന്നത്, അല്ലാതെ യുക്തിപരമായി തെളിവില്ല എന്നല്ല. നാസ്തികർ ദൈവത്തിനെതിരായി മുന്നോട്ട് വയ്ക്കുന്ന ഏതാനും ചില വാദങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഒന്നാമതായി, പ്രപഞ്ചം വലുതായത് എന്തിനാണ്? വൈ ഈസ് ദിസ് യൂണിവേഴ്സ് സോ ബിഗ്? നാസ്തികർ പറയുന്ന മറ്റൊരു വാദം ഇതാണ്: ദൈവം ഉണ്ടായിരുന്നെങ്കിൽ പ്രപഞ്ചം ഇതിലും ചെറുതായിരുന്നേനെ. പ്രപഞ്ചത്തിന് ബില്യൺ കണക്കിന് വർഷം പഴക്കമുണ്ട്, ഒരറ്റമില്ലാത്തത്ര വലിപ്പമുണ്ട്. മനുഷ്യരായ നമ്മൾ അതിലെത്ര ചെറുതാണ്. മനുഷ്യനെയാണ് ദൈവം ഏറ്റവും വലുതായി കണ്ടതെങ്കിൽ എന്തിനാണ് ഇത്രയും വലിയൊരു ലോകം ദൈവം ഉണ്ടാക്കിയത്? ഇവിടെ ഒരു കാര്യം നമ്മൾ ഓർക്കണം. സമയമോ വിഭവങ്ങളോ തീർന്നു പോകാത്ത ഒരു സ്രഷ്ടാവിനെ സംബന്ധിച്ച് പ്രപഞ്ചം വലുതാകുന്നതിൽ ഒരു പ്രശ്നവുമില്ല. പരിമിതിയുള്ള നമ്മളാണ് എപ്പോഴും എളുപ്പവഴികൾ തേടുന്നത്. അനന്തമായ ദൈവത്തിന് മനുഷ്യൻ്റെ ബ്രെയിനിന് കാഴ്ച ആസ്വദിക്കാനും പഠിക്കാനും വേണ്ടി ഇത്രയും വലിയൊരു ലോകം ഉണ്ടാക്കുന്നതിൽ ഒരു യുക്തിക്കുറവുമില്ല. നേരെ മറിച്ച് ദൈവം വളരെ ചെറിയ ഒരു പ്രപഞ്ചമാണ് ഉണ്ടാക്കിയിരുന്നതെങ്കിലോ? അപ്പോഴും നാസ്തികർ പറഞ്ഞേനെ, ദൈവമുണ്ടെങ്കിൽ ഇതിലും വലുതുണ്ടാക്കിയേനെ. രണ്ടാമത്തെ കാര്യം, ദൈവം ഒളിച്ചിരിക്കുന്നത് എന്തിന്? വൈ ഈസ് ഗോഡ് ഹൈഡിങ്? ഇതാണ് മറ്റൊരു ചോദ്യം. ദൈവമുണ്ടെങ്കിൽ എന്തിനാണ് ഇത്രയധികം മതങ്ങളും ദൈവത്തിൽ വിശ്വസിക്കാത്തവരും ഉള്ളത്? ദൈവമുണ്ടെങ്കിൽ അത് സൂര്യനെ പോലെ വ്യക്തമായി കാണേണ്ടതല്ലേ? ദൈവം തൻ്റെ നിലനിൽപ്പ് പൂർണ്ണമായും വ്യക്തമാക്കാതിരിക്കുന്നതിന് ഒരു കാരണമുണ്ട്. അത് നമ്മുടെ സ്വാതന്ത്ര്യമാണ്. ദൈവം എപ്പോഴും നമ്മുടെ കൺമുൻപിൽ വ്യക്തമായി നിന്നാൽ നമ്മൾ ശിക്ഷയെ ഭയന്നു മാത്രം നല്ലവരാകും. എന്നാൽ ദൈവത്തിന് വേണ്ടത് സ്നേഹത്തോടെയുള്ള ഒരു തിരഞ്ഞെടുപ്പാണ്.
പേടിയില്ലാതെ സ്വന്തം ഇഷ്ടപ്രകാരം നല്ല ജീവിതം തിരഞ്ഞെടുക്കാനുള്ള അവസരം ദൈവം നമുക്ക് നൽകുന്നു. ദൈവം മറഞ്ഞിരിക്കുന്നത് കൊണ്ട് വിശ്വസിക്കുന്നവർക്ക് മറ്റുള്ളവരെ സ്നേഹം കൊണ്ട് ദൈവത്തിലേക്ക് അടുപ്പിക്കാൻ കഴിയുന്നു. തെളിവില്ല എന്നത് ഇല്ല എന്നതിൻ്റെ തെളിവാകുമോ? ഒരു വസ്തുവിനെ കാണാൻ കഴിയുന്നില്ല എന്നത് ആ വസ്തു ഇല്ല എന്നതിൻ്റെ തെളിവല്ല. സാന്റാക്ലോസിൻ്റെ കാര്യത്തിൽ ഇല്ല എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റും. കാരണം സാന്റാക്ലോസ് ഉണ്ടെങ്കിൽ കാണേണ്ട സ്ഥലങ്ങൾ, അദ്ദേഹം ഉണ്ടെങ്കിൽ ഉണ്ടാകേണ്ട തെളിവുകൾ എന്നിവയൊന്നും അവിടെ ഇല്ല. അതുകൊണ്ട് സാന്റാക്ലോസിൻ്റെ കാര്യത്തിൽ തെളിവില്ലായ്മ തന്നെയാണ് ഇല്ലായ്മയുടെ തെളിവ്. എന്നാൽ ദൈവത്തിൻ്റെ കാര്യത്തിൽ നാസ്തികർ അവതരിപ്പിക്കുന്ന ആശയങ്ങൾ തികച്ചും തെറ്റാണ്. ഈ പ്രപഞ്ചത്തിന് ഒരു തുടക്കമുണ്ട് എന്നതും ശരിയും തെറ്റും എന്ന നിയമങ്ങൾ ഈ ലോകത്തിൽ മാറാതെ നിൽക്കുന്നു എന്നതും ഇവയെല്ലാം ദൈവത്തിൻ്റെ നിലനിൽപ്പിനെ ബലപ്പെടുത്തുന്ന കാര്യങ്ങളായി നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ കണ്ണുകൊണ്ട് കാണാത്ത കാര്യങ്ങൾ ഇല്ല എന്ന് പറയുന്നതിന് പകരം യുക്തിയുടെയും ബുദ്ധിയുടെയും കണ്ണുകൊണ്ട് ഈ പ്രപഞ്ചത്തെ നമുക്ക് നോക്കാനായിട്ട് കഴിയട്ടെ. ഈശോ നമ്മളെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.